ഭാഗവത സത്രത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഓം അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. വന്ദേഹം ശ്രീഗുരഹം ശ്രീയുതപദകമലം ശ്രീഗുരുൻ വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണ രഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സഹഗണ ലളിതാ ശ്രീവിശാഖാന്വിതാംശ്ച. ഹരേർനാമ ഹരേർനാമൈവ കേവലം കലൗ നാസ്തൈവ 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 ഗതിരന്യഥാ. പ്രായേണ അല്പായുഷ സഭ്യകലാവസ്മിൻ ജനേ യുഗാ മന്ദാസു മന്ദമതയോ മന്ദഭാഗ്യാ ഹി ഉപദ്രുതതാ. കൃഷ്ണായ വാസുദേവായ ദേവകീ നന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. बोलवा हरे कृष्ण. ओम नमो भगवते वासुदेवाय. नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवं सरस्वतीं व्यासं ततो जयमुदीरयेत्. नष्टप्रायेषु अभद्रेषु नित्यं भागवत सेवया भगवदत्युत्तमश्लोके भक्तिर्भवति नैष्ठिकी. मूकं करोति वाचालं पङ्गुलङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरम्. हरे कृष्ण. ശ്രീമദ്ഭാഗവതം പ്രഥമസ്കന്ധം പ്രഥമ അധ്യായത്തിൽ നമ്മൾ 10 ശ്ലോകം വരെ എടുക്കേണ്ടായി. ഈ 10 ശ്ലോകം നമ്മൾ വിസ്തരിച്ച് പറയേണ്ടായി. ശ്ലോകത്തിൻ്റെ 1 മുതൽ 8 വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഭഗവാനെ കുറിച്ച് എടുത്തു പറഞ്ഞു. പരമസത്യം ആരാണ് എന്ന് പറഞ്ഞു. പിന്നെ ഭഗവാൻ പരമസത്യം എന്തുകൊണ്ടാകുന്നു എന്ന് പറയണ്ടായി. എന്ന് പറഞ്ഞാൽ ഭഗവാന്റെ പരിച്ഛദങ്ങൾ. എല്ലാവർക്കും ഭഗവാൻ ആകാൻ പറ്റില്ല. അതുകൊണ്ട് എന്തൊക്കെയാണ് ഭഗവാന്റെ പരിച്ഛദങ്ങൾ എന്ന് പറയുണ്ടായി. അത് കഴിഞ്ഞിട്ട് ധർമ്മം എന്താണെന്ന് പറഞ്ഞു. ധർമ്മപ്രോജിത കൈതവോ അത് പറയുണ്ടായി. പിന്നെ സൂത ഗോസ്വാമി മാമുനിമാരും മറ്റുള്ള എല്ലാവരും നൈമിഷാരണ്യ വനത്തിനെ കുറിച്ചും അവിടെ സൂത ഗോസ്വാമിക്ക് വ്യാസാസനം പ്രദാനം ചെയ്തുകൊണ്ട് സൂത ഗോസ്വാമിയുടെ കഴിവുകളെ കുറിച്ച് എല്ലാവരെയും ബോധ്യപ്പെടുന്നതായിട്ട് പറയണ്ടായി. അദ്ദേഹത്തിന് ഉള്ള കാര്യം പറയണ്ടായി.
അപ്പോൾ രണ്ട് രീതിയിലാണ്. ഭക്തന്മാരുടെ ഉള്ള കാര്യം പറയുന്നത് പുകഴ്ത്തലല്ല, അത് നമ്മുടെ പ്യൂരിഫിക്കേഷന് വേണ്ടിയാണ്. ഇപ്പോൾ ഭൗതിക ലോകത്തില് നമ്മൾ ഒരാളെ പുകഴ്ത്തുമെങ്കിൽ അവർക്ക് അവരുടെ ഈഗോ ഡെവലപ്പ് ആവും. അങ്ങനെയാണ് ഈ ലോകം ഇങ്ങനെ മുന്നോട്ട് പോകുന്നത്. എന്നാൽ ഭക്തി പ്രക്രിയയ്ക്കും അതേമാതിരി തന്നെ ഭക്തന്മാരെ പുകഴ്ത്തുക, ആരാണോ ആചാര്യനായിട്ട് അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുന്നതിന് വേണ്ടി പുകഴ്ത്തുക. അപ്പോൾ അദ്ദേഹത്തിനെ തൃപ്തിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അന്ന് നമ്മുടെ ഉദ്ദേശമാണ് എങ്കിലും ആചാര്യനെ പുകഴ്ത്തുന്നത് കൊണ്ട് നമുക്ക് കൂടുതലായിട്ട് പ്യൂരിഫിക്കേഷൻ, പരിശുദ്ധി ഉണ്ടാവുന്നു എന്നതാണ്. ഇനി തന്നെ ശിഷ്യന്മാരോ അല്ലെങ്കിൽ ശ്രോതാക്കൾ പുകഴ്ത്തുമ്പോൾ ആചാര്യൻ എന്താ തോന്നുന്നത്? സ്വയം വളർന്ന് വലുതാവുകയല്ല ചെയ്യുന്നത്. അവിടെ ആചാര്യൻ ആ സമയത്ത് എന്ത് വിചാരിക്കും? എന്നെ ഇങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ അതിനുള്ള ഉത്തരവാദിത്വം എടുക്കാം. ഇതാണ് ആചാര്യനെ സംബന്ധിച്ച് ശരിയായ ആചാര്യന്റെ ആറ്റിറ്റ്യൂഡ്. അപ്പോൾ ഇവിടെ അതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ എല്ലാ ശ്രോതാക്കളും ചേർന്ന് സൂതഗോസ്വാമിയെ അദ്ദേഹത്തിന്റെ ഗുണങ്ങൾ ശ്ലോകങ്ങളിൽ എടുത്തു പറയുന്നു. അതിൽ പ്രധാനമായിട്ട് എടുത്തു പറയുന്നത്, അങ്ങ് സീനിയർ ആയിട്ടുള്ള ഭക്തന്മാരിൽ നിന്നും അങ്ങയുടെ ഗുരുവിൽ നിന്നും എല്ലാം കേട്ടല്ലോ. ഗുരു തത്ര അനുഗ്രഹാത്, ഗുരു അനുഗ്രഹം ചൊരിഞ്ഞ് എല്ലാ വേദശാസ്ത്രങ്ങളുടെ അന്തസ്സത്തെയും നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണല്ലോ അല്ലെ. അത് കൂടാതെ എന്തുകൊണ്ടാണ് അങ്ങേക്ക് ഈ ഒരു കഴിവ് കിട്ടിയത് എന്നും നമ്മൾ ശ്ലോകത്തിൽ പഠിക്കുകയുണ്ടായി. ബ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യം അപ്പി ഉദ നമ്മൾ പഠിച്ചു. ബ്രൂയോ സ്നിഗ്ധസ്യ തത്വത അനുഗ്രഹാത്, അങ്ങേക്ക് അനുഗ്രഹം കിട്ടി. എങ്ങനെയായിരുന്നു? സ്നിഗ്ധസ്യ. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞാൽ എന്താ ഇവിടെ അർത്ഥമാക്കുന്നത്? സ്നിഗ്ധസ്യ വളരെ ഹൃദയം കട്ടിയായിട്ട് വയ്ക്കാതെ വളരെ വിനയത്തോടുകൂടി, സ്നിഗ്ധസ്യ ശിഷ്യസ്യ, വളരെ വിനയത്തോടുകൂടി ഉള്ളത് കൊണ്ട് മാത്രം ഗുരു അങ്ങയെ അനുഗ്രഹിച്ചു എന്നാ പറയുന്നത്. അപ്പൊ അത് സൂത ഗോസ്വാമിയുടെ ഒരു ആചാര്യന്റെ ക്വാളിഫിക്കേഷൻ ആണത്. എന്താണ്? ശ്രവണം, സബ്മിസീവ്നെസ്. ആ സബ്മിസീവ്നെസ്സും സ്നിഗ്ധസ്യ എളിമത്വവും, ഈ സബ്മിസീവ്നെസ്സും എളിമത്വവും കൊണ്ടാണ് ഒരു ശിഷ്യൻ തൻ്റെ ഗുരുവിൽ നിന്ന് പൂർണ്ണമായിട്ടും അനുഗ്രഹം നേടുന്നത്. അത് നമ്മളെല്ലാം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അല്ലെ. അപ്പൊ അത് സൂത ഗോസ്വാമി ചെയ്തിട്ടുണ്ട് എന്നാണ് ഇവിടെ നൈമിഷാരണ്യത്തിലെ മറ്റുള്ള മുനിമാര് അദ്ദേഹത്തിനോടായിട്ട് പറയുന്നത്. അതിനുശേഷം 9ാമത്തെ ശ്ലോകത്തില് നമ്മൾ പഠിച്ചു, തത്ര തത്രാജ സായുഷ്മന് ഭവതായദ്വിനശ്ചിതം പുംസാമേകാന്തതശ്രേയസ്തന്നശം സിതുമർഹസി. ആകയാൽ സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി, മോക്ഷത്തിനായി, ക്ഷേമത്തിനായി ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരമവുമായ നന്മയെന്തെന്ന് ദയവായി ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ സരളമായി വിവരിച്ചു തന്നാലും. ഇനി അങ്ങോട്ട് ഇപ്പൊ നമ്മൾ 9ഉം 10ഉം നമ്മൾ പഠിച്ചു. ഈ 9ാമത്തെ ശ്ലോകം തൊട്ട് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 9ാമത്തെ ശ്ലോകം, ഈ ഒരു അധ്യായത്തില് ഒരു 6 ചോദ്യങ്ങൾ ഇവിടെ ശൗനകാദികള് എടുത്തു ചോദിക്കുന്നുണ്ട്. വളരെയധികം പ്രാധാന്യമുള്ള ശ്ലോകമാണ്. അതിന് ഉത്തരമായിട്ട് ആണ് ഈ ഭാഗവതം മൊത്തം അവിടെ വിശദീകരിക്കപ്പെട്ടത്. ഈ 2 ശ്ലോകം നമ്മൾ പഠിക്കുകയുണ്ടായി, 9ഉം 10ഉം. അതില്
ആദ്യത്തെ ചോദ്യം എന്തായിരുന്നു? ശൗനകാദി ഒരുപാട് ചോദ്യം ചോദിക്കുന്നുണ്ടെങ്കിലും മെയിൻ ആയിട്ടുള്ള 6 ചോദ്യം, ആ ചോദ്യത്തിൽ പ്രകാരം പിന്നെയും അവർ ചെറിയ ചെറിയ അതുമായിട്ട് കണക്റ്റീവ് ആയിട്ടുള്ള ചോദ്യം ഉണ്ട് എങ്കിലും ഇതെല്ലാം പൂർണ്ണമായിട്ട് ചോദിക്കുന്നു ഈ 6 ചോദ്യത്തിൽ അടങ്ങിയിരിക്കുന്നു. അതിനനുസരിച്ച് ശ്രീമദ് ഭാഗവതം പറയപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒന്നാമത്തെ കാര്യം ചോദ്യം പറയണു, അങ്ങ് ഇത്രയും ക്വാളിഫൈഡ് ആണല്ലോ അല്ലെ? അല്ല, ഉപദേശം അവർക്ക് തൻ്റെ ഗുരുക്കൾ തൻ്റെ ആരാണോ പറയുന്നത് അദ്ദേഹത്തിനെ കുറിച്ച് പുകഴ്ത്തിയതിനു ശേഷം, ഈ പുകഴ്ത്തുക എന്ന് പറയുമ്പം ഗുരു തലയും കുത്തി വീഴുക എന്നല്ല. ശിഷ്യൻ പുകഴ്ത്തുന്ന സമയത്ത് ആ ഗുരു അത്രയും ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയാണ് അവിടെ. നിങ്ങൾ എന്നെ കുറിച്ച് ഇങ്ങനെയാണല്ലോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്, എന്നാൽ അപ്രകാരം ഞാൻ പ്രവർത്തിക്കാം. അങ്ങനെ ആ പുകഴ്ത്തലുകളെല്ലാം, ആത്മീകമായ പുകഴ്ത്തലുകളെല്ലാം കഴിഞ്ഞ് 9ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ആദ്യത്തെ ചോദ്യം എന്താണ്? ശൗനകാദികൾ ചോദിക്കുകയാണ്, ആകയാൽ തത്ര തത്ര സായുഷ്മന് ഭവതായദ്വനശ്ചിതം പുംസാം ഏകാന്തത ശ്രേയസ് തന്ന ശംസിതുമർഹസി. ആകയാൽ സാമാന്യ ജനങ്ങളുടെ പരമക്ഷേമത്തിനായി കൊണ്ട്, സാധാരണ ജനങ്ങൾക്ക് വേണ്ടിയാണ്, ദീർഘായുസുള്ള അങ്ങ് നിശ്ചയം വരുത്തിയ പൂർണ്ണവും പരമവുമായ നന്മ എന്തെന്ന് വിശദീകരിച്ചു ഞങ്ങൾക്ക് മനസ്സിലാക്കുന്ന വിധത്തിൽ വളരെ സരളമായിട്ട് നൽകുവാനാണ് പറയുന്നത്. ആദ്യത്തെ ചോദ്യം അതാണ്. ശൗനകാദികളുടെ ആദ്യത്തെ ആവശ്യം എന്തായിരുന്നു? എന്താണ് അങ്ങ് നിശ്ചയം വരുത്തിയത് എല്ലാ പേർക്കും വേണ്ടി അല്ലെ? എന്താണ് അങ്ങ് നിശ്ചയം വരുത്തിയത്? അത് വളരെ ലളിതമായിട്ട് പറഞ്ഞു തരാൻ പറയാം. ഇനി അടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ശ്ലോകം നോക്കാം. 10ഉം 11 നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. 10ാമത്തെ ശ്ലോകം എന്താണെന്ന് നോക്കാം. പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ യുഗേ ജനാം മന്ദ സുമന്ദമദയോ മന്ദഭാഗ്യാഹ്യ ഉപദ്രുത. പ്രായേണ അല്പായുഷ സഭ്യം കലാവസ്മിൻ ജനേ യുഗ മന്ദ സുമന്ദമദയോ മന്ദഭാഗ്യാഹ്യ ഉപദ്രുത. പ്രായം കൊണ്ട് അല്പായുസുക്കളാണ് എല്ലാവരും അല്ലെ? പിന്നെയോ മന്ദ സുമന്ദമതയ മന്ദഭാഗ്യ. അപ്പൊ ഈ ഒരു ശ്ലോകം പറയുന്നത് കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക്, കലിയുഗം ഇപ്പൊ ആഗതമാവാൻ പോവാൻ അല്ലെ, അവര് നേരത്തെ മുൻകൂട്ടി കണ്ടിട്ട് കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് 5 ഡിസ്ക്വാളിഫിക്കേഷൻ ഉള്ളതായിട്ടാണ് പറയുന്നത്. അതാണ് ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്. 5 ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. എന്തൊക്കെയാണ്? പ്രായേണ അല്പായുഷ, പ്രായം കൊണ്ട് അല്പായുസുക്കളാണ്. മന്ദ, മന്ദ എന്ന് പറഞ്ഞാൽ അലസത. ഈ അലസത എന്ന് പറഞ്ഞാൽ എല്ലായിടത്തുമല്ല, ഒരു മനുഷ്യന്റെ ജീവിതത്തിലുള്ള എല്ലാ സന്ദർഭങ്ങളിലും അല്ല അലസത. ഇവിടെ അലസത എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത് ആത്മീകമായിട്ടുള്ള ദൈവിക കാര്യങ്ങളിലുള്ള അലസത അല്ലെ? ഇപ്പൊ നോക്കിക്കഴിഞ്ഞാൽ കമ്പനികളിൽ പോകുന്നവർ കാണും, കമ്പനി വർക്ക് ചെയ്യുന്നവർ കാണും, കോടീശ്വരന്മാർ കാണും, ഇവരൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അലസത ഇല്ലാതെ. അപ്പൊ ഇവിടെ ഉദ്ദേശിക്കുന്നത് ദൈവ അവബോധത്തിന് വേണ്ടിയുള്ള പാതയിലെ അലസത എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഒന്നാമത്തേതായിട്ട് പ്രായണ അല്പായുഷു, അല്പ ആയുസേ ഉള്ളൂ. രണ്ടാമത് അലസത, മന്ദ. മൂന്നാമത് സുമന്ദമതയോ. സുമന്ദമതയോ എന്ന് പറഞ്ഞാൽ മിസ്ഗൈഡഡ്, വഴി തെറ്റിയവർ. ഇതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞു തരാം. നാലാമത്തത് മന്ദഭാഗ്യ, ഭാഗ്യം കെട്ടവർ. അഞ്ചാമത്തത് ഉപദ്രുത, എപ്പോഴും ഡിസ്റ്റർബ്ഡ് മൈൻഡ് ആയിരിക്കും. ഇങ്ങനെ 5 ഡിസ്ക്വാളിഫിക്കേഷൻ ആണ് കലിയുഗത്തിലുള്ളത്. അപ്പൊ ഇതില്
പ്രധാനമായിട്ട് നമുക്ക് എടുത്തു പറയേണ്ടെന്ന് പറഞ്ഞാൽ അടുത്ത ശ്ലോകത്തിലേക്ക് നമുക്ക് വരാം. ഈ 5 ഡിസ്ക്വാളിഫിക്കേഷൻ എടുത്തു പറയാണ്. പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ ജനേയുഗ മന്ദാ സുമന്ദമതയോ മന്ദഭാഗ്യാഹി ഉപദ്രുത. മന്ദഭാഗ്യാഹി ഉപദ്രുത. അപ്പൊ ഇതിനെക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലനേഷൻ നമുക്ക് 11ാമത്തെ ശ്ലോകത്തിൽ പഠിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാവും. 11ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് 2ാമത്തെ ചോദ്യമാണ്. 1ാമത്തെ ചോദ്യം സരളമായിട്ട് പറയാനും പറഞ്ഞു. 2ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. അത് കഴിഞ്ഞതിന് ശേഷം, മീൻസ് 11ാമത്തെ ശ്ലോകം നമുക്ക് നോക്കിയതിന് ശേഷം 10ാമത്തെ ശ്ലോകവും കൂടെ കണക്ട് ചെയ്ത് നമുക്ക് പറയാം. അപ്പോഴേ നമുക്ക് കൂടുതൽ മനസ്സിലാവുള്ളൂ. അപ്പൊ ഈ പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ അവിടെ നിൽക്കട്ടെ. എവിടെ നിർത്തി നമ്മൾ? 5 ഡിസ്ക്വാളിഫിക്കേഷൻ കലിയുഗത്തിലുണ്ട്. കലിയുഗത്തിലുള്ള ജനങ്ങൾക്കുണ്ട്. ഒന്ന് അല്പായുസുക്കള്, പിന്നെ മന്ദ ലേസിനെസ് അല്ലെ, ഗോഡ് കോൺഷ്യസില് ദൈവാവബോധത്തില് ലേസിനെസ് ആണ്. പിന്നെയോ പ്രായ അല്പായുഷ സഭ്യ കലാവസ്മിൻ ജനേയുഗ മന്ദ സുമന്ദമതയ വഴി തെറ്റിപ്പോയി, മിസ്ഗൈഡഡ് ആയി. അടുത്തത് മന്ദഭാഗ്യ ഭാഗ്യ ഇല്ലായ്മ. അടുത്തത് 5ാമത്തത് ഇങ്ങനെയൊക്കെയാണ് എങ്കിലും ഉപദ്രുതത, മനസ്സെപ്പോഴും ഡിസ്റ്റർബ്ഡ് ആണ്. ഇനി നമുക്ക് 11ാമത്തെ ശ്ലോകത്തിൽ നോക്കാം. 11ാമത്തെ ശ്ലോകം എന്ത് പറയണം നോക്കാം. ഈ 11ാമത്തെ ശ്ലോകമാണ് 2ാമത്തെ ശൗനകാദികളുടെ ചോദ്യങ്ങൾ. എല്ലാവരും കാണുന്നുണ്ടോ? ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അതഃ സാധോ അത്ര യത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ഇതാണ് 11ാമത്തെ ശ്ലോകം. ഭൂരീണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അധഃ സാധോ അത്ര യത്സാരം സമുദ്ധൃത്യ മനീക്ഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേന ആത്മാ സുപ്രസീദതി. വളരെ മധുരമായൊരു ശ്ലോകമാണത്. നമുക്കതിന്റെ അർത്ഥം നോക്കാം. ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശ അത സാധോ അത്ര യത്സാരം. സാരം സമുദ്രത്യ മനീഷയാ ബ്രൂഹി ഭദ്രായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ശ്ലോകം നമുക്ക് നോക്കാം. ഇതില് ഭൂരീണി എന്ന് പറഞ്ഞാൽ ബഹുവിധങ്ങളായ, പദാനുപദത്തില് ഭൂരീണി എന്ന സംസ്കൃത പദത്തിന് അർത്ഥം അനേക വിധങ്ങളായ. അടുത്തത് ഭൂരി എന്ന് പറഞ്ഞാൽ പിന്നെയും അനേകം. കർമാണി കർമ്മങ്ങൾ. ശ്രോതവ്യാനി കേട്ടഭ്യസിക്കേണ്ടത്. വിഭാഗശ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങളെ ഭാഗങ്ങളായിട്ട്. അത സാധോ അത്ര. അത എന്ന് പറഞ്ഞാൽ ആകയാൽ. സാധോ അല്ലയോ മുനിവരിയ, സാധുവേ. അത്ര ഈ ഗ്രന്ഥത്തിൽ. യത് എന്തു തന്നെ ആയാലും. സാരം. അപ്പൊ സാരം ഇവിടെ ഇതാണ് ചോദ്യം വരുന്നത്. സാരം എന്ന് പറഞ്ഞാൽ എസൻസ്, സാരം, എല്ലാത്തിൻ്റെയും സാരം. അപ്പൊ സാരം എന്ന് പറഞ്ഞാൽ സത്ത. സമുദ്ധൃത്യ വിശിഷ്ടമായ. മനീഷ
അങ്ങയുടെ പൂർണ്ണജ്ഞാനം. ബ്രൂഹി, ദയവായി ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും. ബ്രൂഹി, പറയൂ എന്നൊക്കെയാണ് അർത്ഥം. ഏന, യാതൊന്നാൽ, ആത്മാവ്, സുപ്രസീദതി, പൂർണ്ണ തൃപ്തമാവുക. അപ്പൊ ഇതിന്റെ അർത്ഥം, പൂർണ്ണ അർത്ഥം നോക്കാം. ഭൂരിണീ ഭൂരി കർമാണി ശ്രോതവ്യാനി വിഭാഗശാം അത സാധോ അത്രയത്സാരം സമുദ്ധൃത്യ മനീഷയാ ബ്രൂഹി ബദ്ധായ ഭൂതാനാം യേനാത്മാ സുപ്രസീദതി. ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിൽ എല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ട് എങ്കിലും വ്യത്യസ്ത ഭാവങ്ങളായി അനേക വർഷ അഭ്യാസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധ്യമാകുള്ളൂ. ആകയാൽ അല്ലയോ മുനിവരിയ, സമസ്ത ജീവജാലങ്ങളുടെയും ക്ഷേമത്തിനായിക്കൊണ്ട് ഈ സർവ വേദാന്ത ശാസ്ത്രങ്ങളുടെയും വിശിഷ്ട അന്തസത്ത എന്തെന്ന് ദയവായി വിശദമാക്കിയാലും. അவ்விதമുള്ള നിർദ്ദേശങ്ങളാൽ ഹൃദയം പൂർണ്ണ സംതൃപ്തമാകട്ടെ. വളരെ മനോഹരമായ ഒരു ശ്ലോകമാണ്. നമുക്ക് ഇനി നമുക്കൊന്ന് ഇതിന്റെ ആന്തരിക അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പറയുന്നത്, ഈ ഒരു ശ്ലോകത്തിൽ പറയുന്നത്, ബഹുവിധങ്ങളായ നിരവധി വേദശാസ്ത്രങ്ങൾ, ഭൂരിണി ഭൂരി കർമാണി ശ്രോതവ്യസ്യ, അല്ലെ, ശ്രോതവ്യാനി വിഭാഗശ. ഇവിടെ വൈദിക സാഹിത്യങ്ങളെയാണ് പറയുന്നത്, ഭാഗവതത്തെ അല്ല. അവർ പറയുന്നത് വേദങ്ങളുടെ കാര്യങ്ങളാണ്, അല്ലേ, വേദശാസ്ത്രങ്ങളെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ വേദശാസ്ത്രങ്ങള് ഭൂരിണി ഭൂരി കർമാണി, അനേക നിർദ്ദിഷ്ട കർമ്മങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അല്ലെ. അപ്പോ ഈ കർമ്മങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി അത് പരിശീലിച്ചാലേ പറ്റുള്ളൂ. അപ്പൊ വേദങ്ങളില് ഒരൊറ്റ കാര്യമല്ല പറയുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട വലിയൊരു കാര്യമാണ്. വേദങ്ങളിൽ ഒരൊറ്റ കാര്യമല്ല പറയും. ഇപ്പൊ ചിലരും ഒന്ന് പറയും, നമ്മൾ സസ്യബുക്കാണോ എന്ന് പറയും. ഇനി ചിലരും ഒന്ന് പറയും, അങ്ങനെയല്ല, വേദങ്ങളിൽ പറയുന്നുണ്ടല്ലോ, വേദങ്ങളിൽ മാംസഭക്ഷണം കഴിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇതിനെക്കുറിച്ച് ഒന്ന് എടുത്ത് പറഞ്ഞിരുന്നു ഇതിനു മുൻപേ. വേദങ്ങളിലെ മാംസഭക്ഷണം കഴിക്കാമെന്ന് പറയുന്നുണ്ടല്ലോ, ഇങ്ങനെ കുറച്ച് പേര്. ഇനി പറയുന്നു വേദങ്ങളിലെ നിരീശ്വരവാദം ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പേര്. വേദങ്ങളിൽ യുക്തിവാദം ഉണ്ടല്ലോ, അങ്ങനെ കുറച്ച് പേര്. കർമ്മമീമാംസ, വ്യാസദേവന്റെ ശിഷ്യനാണ് അത് എഴുതിയത്. കർമ്മമീമാംസ, വർക്ക് ആൻഡ് വർഷിപ്പ്. വർക്ക് തന്നെയാണ് വർഷിപ്പ്, അല്ലെ. വെറുതെ ജലം കോരി തുളസി ചെടിയിൽ ഒഴിക്കുന്നതിന് പകരം വല്ല വഴുതനങ്ങ ചെടിക്ക് ഒഴിച്ചു കൊടുത്താൽ അതിൽ നിന്ന് വഴുതനങ്ങ കിട്ടി അതിനെ ഫ്രൈ ചെയ്ത് നമുക്ക് കഴിക്കാം എന്ന് വിവേകാനന്ദൻ പറയണ്ടായി എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അപ്പൊ ഇത് കർമ്മമീമാംസയാണ്. ദൈവം എല്ലാവരുടെ കൂടെ അല്ല, പാടത്ത് പണിയെടുക്കുന്ന ആൾക്കാരുടെ കൂടെയാണ്, അല്ലെ. കർമ്മമീമാംസ. അങ്ങനെ കുറെ പേര്. ഈശ്വരനില്ല, അങ്ങനെ കുറച്ചു പേര്. പ്രകൃതിയാണ് ഈശ്വരൻ, അങ്ങനെ കുറച്ചു പേര്. ബ്രഹ്മമാണെല്ലാം, ഈശ്വരന് രൂപമില്ല, എല്ലാ വേദങ്ങളിലുണ്ട്. മാംസഭക്ഷണം കഴിക്കാത്തവര്, മാംസഭക്ഷണം കഴിക്കുന്നവര്, എല്ലാ വേദമുണ്ട്. അതാണ് വേദങ്ങൾ എന്ന് പറയുന്നത്. യൂണിഫോംസ് നമ്മൾ കേട്ടിട്ടുണ്ട്, അല്ലെ. യൂണിഫോം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഒരേ രീതിയിലായിരിക്കുമല്ലോ യൂണിഫോംസ്. അപ്പൊ വേദങ്ങളിലെ യൂണിഫോംസ് അല്ല. അടുത്തത് മെനി ഫോംസ്. മെനി ഫോംസ് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സ്കൂളിൽ തന്നെ SSLC വരെ ഒരു യൂണിഫോം, +2 കഴിഞ്ഞാൽ ഇനി ഒരു യൂണിഫോം, അല്ലെ. കോളേജ് ആണെങ്കിൽ ഇനിയൊരു യൂണിഫോം, അങ്ങനെ മെനി ഫോംസ്, ഒന്നിൽ കൂടുതൽ ഫോമുകൾ. പക്ഷെ വേദങ്ങളിൽ അങ്ങനെയല്ല, മൾട്ടി ഫോംസ്. മൾട്ടി ഫോംസ് എന്ന് പറഞ്ഞാൽ എണ്ണിയാൽ തിട്ടപ്പെടുത്താൻ പറ്റാത്ത അത്ര കാര്യങ്ങളാണ്.
വേദങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യൂണിഫോം അല്ല. ഇപ്പോൾ ബ്രാഹ്മണരും ഭക്തന്മാരും എല്ലാവരും സസ്യ ബുക്കാണ്. ഇതൊരു യൂണിഫോംസ് ആണ്. പക്ഷെ വേദങ്ങൾ അങ്ങനെയല്ല, എല്ലാവരെയും ഉൾക്കൊള്ളുന്നത് കൊണ്ട് അവിടെ യൂണിഫോംസ് പറ്റില്ല, അവിടെ മൾട്ടി ഫോംസേ പറ്റുള്ളൂ. കാരണം എന്താ? കൃഷ്ണൻ തന്നെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്, ത്രൈഗുണ്യവേദ നിസ്ത്രൈഗുണ്യോ ത്രൈഗുണ്യവേദ വിഷയ നിസ്ത്രൈഗുണ്യോ ഭവാർജുന നിർദ്വന്ദ്വോ നിത്യസത്വസ്ഥോ നിര്യോഗക്ഷേമ ആത്മവാന്. അല്ലയോ അർജുന, വേദങ്ങളുടെ മുഖ്യ വിഷയം 3 ഗുണങ്ങളാണ്. എന്തൊക്കെയാണ്? സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം. സത്വഗുണം എന്നാൽ അറിവ്, അറിവോടുകൂടി ജീവിക്കുക. അറിവ് എന്ന് പറഞ്ഞാൽ സൂര്യൻ ഉദിച്ചാൽ അത് പകലാണെന്നും അസ്തമിച്ചാൽ രാത്രിയാണെന്നുള്ള തിരിച്ചറിവ്. പക്ഷെ തമോ ഗുണത്തിൽ അങ്ങനെയല്ല, ഇപ്പോഴും അവർ ഉറങ്ങിക്കൊണ്ടേയിരിക്കും, അല്ലെ? ഇതുവരെയും അവർക്ക് വെളിച്ചം വന്നിട്ടില്ല. അപ്പോൾ എല്ലാത്തിലുമുള്ള തിരിച്ചറിവാണ് സത്വഗുണം. ഇനി രജോ ഗുണം എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് പാല് കുടിക്കുന്നതാണ്. ഇതൊക്കെ തിരിച്ചറിഞ്ഞാൽ, ഈ പൂച്ച കണ്ണടച്ച് പാല് കുടിക്കുന്നുണ്ട്, അല്ലെ? ഇതൊക്കെ തിരിച്ചറിയുകയാണെങ്കിലും ആരും കാണണ്ടെന്ന് വിചാരിച്ച് കണ്ണടച്ച് പാല് കുടിക്കും, വീട്ടമ്മ കാണണ്ടെന്ന് വിചാരിച്ചു. എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഇത്രയൊക്കെ ഉള്ളൂ ജീവിതം, അല്ലെ? ഒരു കട്ടപ്പുക, ഒരാളുടെ കട്ടപ്പുക കണ്ടിട്ട് ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാം തന്നെ, എല്ലാവരും മരിക്കുന്നു, കഷ്ടം തന്നെ. അതിനുശേഷം സ്വന്തമായിട്ട് മരണമുണ്ടെന്ന് ഒരിക്കലും വിശ്വസിക്കില്ല, അല്ലെ? ഇതാണ് രജോ ഗുണം. അത് മറന്നുകൊണ്ട് ശരീരത്തിനെ ബേസ് ചെയ്ത് ജീവിക്കുന്നവരാണ്. തമോ ഗുണം എന്ന് പറഞ്ഞാൽ പിന്നെ ഒന്നും നോക്കണ്ട, ജീവിതമേ ഇരുട്ടാണ്, അല്ലെ? ശരിയായ ജീവിതത്തിലെ കർമ്മങ്ങൾ പോലും ചെയ്യാൻ വയ്യ. നമ്മൾ നേരത്തെ പറഞ്ഞു ആലസ്യം, അലസത. അപ്പൊ അലസത എന്ന് പറഞ്ഞാൽ സ്വജീവിതത്തിലും അലസതയാണ്. ആത്മീയത്തിൽ പിന്നെ പറയണ്ട, നത്തിങ് ടു ഡു വിത്ത് ഗോഡ്. ഈശ്വരനായിട്ട് യാതൊരു ബന്ധവുമില്ല, ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, എപ്പോഴും റെസ്റ്റാണ്. റെസ്റ്റ് കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കുമ്പോഴും റെസ്റ്റ് എടുത്ത് ടയേർഡായി, അതുകൊണ്ട് റെസ്റ്റ് ചെയ്യാണ് എന്ന് പറയും. ഇങ്ങനെയുള്ള ആൾക്കാർ തമോ ഗുണം, ഇരുട്ട്. അപ്പോ ഈ ഭൗതിക ലോകത്തില് കലിയുഗത്തിലുള്ള ജനങ്ങൾ പല രീതിയിലുള്ള ഗുണങ്ങൾ എന്താ പറയാ മിക്സഡ് ആയിട്ടുണ്ട് എന്നാ പറയുന്നത്. ഒരാൾക്ക് സത്വഗുണം, ഒരാൾക്ക് തമോ ഗുണം, ഒരാൾക്ക് രജോ ഗുണം എന്നല്ല, പിന്നെയോ യുണീക്ക് കോമ്പിനേഷൻ ആണ്. യുണീക്ക് കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ സത്വഗുണവും രജോ ഗുണവും കൂടെ ചേർന്നുള്ളവരുണ്ട്, രജോ ഗുണവും തമോ ഗുണവും കൂടെ ചേർന്നുള്ളവരുണ്ട്, സത്വഗുണവും രജോ ഗുണവും തമോ ഗുണവും ഒന്നിച്ചുള്ളവരുണ്ട്, അല്ലെ? ഇങ്ങനെ എല്ലാം കൂടെ ചേർത്തുള്ള ഒരു എന്താ പറയാ, ഡിഫറെന്റ് ഡിഗ്രി ലെവലാണ് ഓരോ ആൾക്കാർക്കും. നല്ല രീതിയിൽ പെരുമാറുമ്പോഴും നല്ല സമാധാനമായിട്ടിരിക്കുമ്പോൾ സത്വഗുണത്തിലിരിക്കും, പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആവുമ്പോൾ രജോ ഗുണത്തിലാവും, അല്ലെ? അപ്പൊ ഓരോരുത്തർക്കും ഓരോ ഇതെല്ലാം, ഈ ഗുണങ്ങളെല്ലാം മിക്സഡ് ആയിട്ടാണ് വരുന്നത്. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ ഹോട്ടലിൽ പോകുന്ന സമയത്ത് അവിടെ നമുക്ക് ആദ്യം കിട്ടുന്നത് എന്താണ്? ആദ്യം കിട്ടുന്നത് കഴിക്കാനായിട്ടല്ല, മെനു കാർഡാണ് ആദ്യം കിട്ടുന്നത്, അല്ലെ? ആ മെനു കാർഡ് നമുക്ക് നോക്കുമ്പോൾ അതിൽ സൗത്ത് ഇന്ത്യൻ, നോർത്ത് ഇന്ത്യൻ, അല്ലെ, ഇങ്ങനെ പലതരത്തിലുള്ള വെറൈറ്റി കോമ്പിനേഷൻ ഓഫ് ഫുഡ്, അങ്ങനെ വെറൈറ്റി ആണ്. അപ്പൊ വെറൈറ്റി ടേസ്റ്റ് ഉള്ള ഇതാണ്. അതേമാതിരിയാണ് നമുക്ക് വെറൈറ്റി ടേസ്റ്റ് ആണ് സത്വഗുണം, ചിലപ്പോൾ രജോ ഗുണം, ചിലപ്പോൾ തമോ ഗുണം. അപ്പൊ അതുകൊണ്ടാണ് അതേമാതിരിയാണ് വേദങ്ങളില് വെറൈറ്റി ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഒരു യുണീക്ക് ടേസ്റ്റ് ആയതുകൊണ്ട് ഒരു യുണീക്ക് ട്രീറ്റ്മെന്റ് ആണ് വേദങ്ങളില് കൊടുത്തിട്ടുള്ളത്, അല്ലെ? അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിലെല്ലാം
നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ട് അല്ലെ, നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ട് എങ്കിലും വ്യത്യസ്ത ഭാവങ്ങളിലായി അനേക വർഷ അഭ്യസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധ്യമാവുള്ളൂ. ഗ്രഹിച്ചതിന് ശേഷമാണ് ഇനി അടുത്ത ഒന്ന് സെലക്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്യേണ്ടത്. അതാണ് വലിയ കാര്യം അല്ലെ. ഇപ്പൊ നിങ്ങളടുത്ത് നോർത്ത് ഇന്ത്യൻ ഡിഷും ഉണ്ട്, അതേമാതിരി സൗത്ത് ഇന്ത്യൻ ഡിഷും ഉണ്ട്. അപ്പോൾ ഇത് എന്താണെന്ന് അറിയണമെങ്കിൽ ഓരോന്നായിട്ട് നമ്മൾ ഓർഡർ കൊടുത്ത് ടേസ്റ്റ് ചെയ്താലേ പറ്റുള്ളൂ. അതിനുശേഷം ഒരു 20 ഐറ്റംസ് ഉണ്ട് എങ്കിൽ ഇതെല്ലാം ടേസ്റ്റ് ചെയ്തതിന് ശേഷമേ ഒരു ഐറ്റത്തിന് വേണ്ടി വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ശരിയല്ലേ? അതാണ് ഈ വേദങ്ങൾ എന്ന് പറഞ്ഞ. വേദങ്ങള് മൾട്ടി ഫോംസ് ആണ്. ഇപ്പൊ ഒരാളെന്ന് പറയും വേദങ്ങളിൽ മാംസഭക്ഷണം ഉണ്ട്, നിങ്ങൾ എന്താ മാംസഭക്ഷണം കഴിക്കാത്ത? വേദങ്ങൾ അങ്ങനെ പറയുള്ളൂ. കാരണം സത്വ ഗുണം, രജോ ഗുണം, തമോ ഗുണം അതെല്ലാം കൂടെ ചേർന്നുള്ള ഗുണങ്ങളാണ് പലർക്കും. അതുകൊണ്ടാണ് അങ്ങനെ വേദങ്ങൾ പറയുന്നത്. ചിലർക്ക് മാംസം കഴിക്കാന്ന് പറയുന്നു, ചിലർക്ക് കഴിച്ചുകൂടാന്ന് പറയും. ഇപ്പോ എ എന്ന് പറയുന്ന ഞാനും ബി എന്ന് പറയുന്ന ഇനി ഒരു വ്യക്തിയും കൂടെ ചേർന്ന് ഒരു ഡോക്ടറിന്റെ അടുത്ത് പോയി. 2 പേർക്ക് ഷുഗറാണ്. അപ്പൊ എ എന്ന് പറയുന്ന ഞാൻ ഡോക്ടറിന്റെ അടുത്ത് ആദ്യം പോയി. പുറത്ത് ബി എന്ന് പറയുന്നവൻ കൺസൾട്ടേഷന് വേണ്ടി ഇരിക്കുകയാണ്. എന്നെ കൺസൾട്ട് ചെയ്തിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് ഷുഗർ ഭയങ്കരമായിട്ട് കൂടിയിട്ടുണ്ട് അല്ലേ, അപ്പൊ അതുകൊണ്ട് ഇനി മേലാൽ മധുരം കഴിക്കാൻ പാടില്ല. ഉടനെ ഞാൻ എന്ന് പറയുന്നത് ഞാൻ പറയണം, അത് പറ്റില്ല ഡോക്ടറെ, എനിക്കത് കഴിച്ചാലേ പറ്റൂ, അതില്ലാതെ എനിക്ക് എണീക്കാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയുമ്പോൾ ഡോക്ടർ എന്ത് പറയും? ശരി, അങ്ങനെയാണെങ്കിൽ എല്ലാ ദിവസവും ഒരു നേരം ഒരു അല്പ സ്വീറ്റ് കഴിക്കണം പറയും അല്ലേ. എന്നിട്ട് അവനെ വിടും. അതിനുശേഷം ആ എ എന്ന് പറയുന്നവൻ നേരെ ബിയുടെ അടുത്ത് എന്ന് പറഞ്ഞു, ഡോക്ടറിന്റെ അടുത്ത് മധുരം കഴിക്കാൻ പറഞ്ഞിട്ടോ, അപ്പൊ അത് മാത്രമല്ല എനിക്ക് ഷുഗർ ഉണ്ട്, സൂക്ഷിക്കണമെന്നും പറഞ്ഞു. അടുത്തത് ബി എന്ന് അവൻ കയറി. അപ്പൊ ബി എന്നുള്ള ഒരാൾ രാഹുലാണ്. അപ്പൊ രാഹുൽ കയറിയപ്പോ ഡോക്ടർ എല്ലാം ചെക്ക് ചെയ്തിട്ട് പറഞ്ഞു, അതേ നിലവാരത്തിൽ തന്നെ പറഞ്ഞു, ഷുഗർ അവൻ 50 നിനക്ക് ഷുഗർ 50 തട്ടിപ്പോകൂലേ, അപ്പോ ഒരു കാരണവശാലും നീ മധുരം കഴിക്കില്ലേ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ചോദിച്ചു, മധുരം കഴിക്കാതിരിക്കാനൊക്കെ നിനക്ക് പറ്റുമോ? അപ്പൊ രാഹുൽ പറയാണ്, പിന്നെന്താ, ഇനി മുതൽ ഞാൻ കഴിക്കേയില്ല, എനിക്ക് അതിന്റെ ആവശ്യമില്ല. ഉടനെ ഡോക്ടർ പറഞ്ഞു, മധുരം കഴിച്ചാൽ നീ തട്ടിപ്പോവും, മേലെ മധുരം തൊട്ടു പോകല്ലേ. ആയിക്കോട്ടെ ഡോക്ടർ. അങ്ങനെ അദ്ദേഹം പുറത്തിറങ്ങി. അപ്പൊ രാഹുല് നേരെ ചെന്ന് എ എന്നവനോട് പറഞ്ഞു, ഡോക്ടർ എന്നോട് മധുരം കഴിക്കണ്ടെന്ന് പറഞ്ഞു, നിന്റേത് ഒരേ അളവാണ്, എൻ്റെത് ഒരേ അളവാണ്, പക്ഷെ ഡോക്ടർ നിന്റെ അടുത്ത് മധുരം കഴിക്കാൻ പറഞ്ഞു. ഇതാണ് വേദങ്ങളുടെ പരിപാടി. പ്രാക്ടീസ് ചെയ്യുവാൻ ബലമുള്ളവന് സ്ട്രിക്റ്റ് റൂൾ കൊടുക്കും. പ്രാക്ടീസ് ചെയ്യുവാൻ യോഗ്യതയും കഴിവില്ലാത്തവന് എന്താ പറയുക, അതിനനുസരിച്ചിട്ടുള്ള കൺസെഷൻ കൊടുക്കും. ഇതാണ് ഈ വേദങ്ങൾ. അപ്പൊ തമാശ എന്ന് പറഞ്ഞാ ഈ വേദങ്ങളിൽ നേരത്തെ പറഞ്ഞ മാതിരി ഭൂരീണി ഭൂരി കർമാണി, ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളിലെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങൾ ഉണ്ട് എങ്കിലും അനേക വർഷ അഭ്യസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധിക്കുള്ളൂ. ആകെ നേരത്തെ പറയണ്ടായി, എന്താണ്? പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ ജനേ യുഗ. അപ്പൊ വേദങ്ങള് കലിയുഗത്തിൽ എഴുതപ്പെട്ടതല്ല, കർമ്മബ്രഹ്മ സമുദ്ഭവം. വേദങ്ങള് പരബ്രഹ്മത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് അല്ലേ. അപ്പൊ അതുകൊണ്ട് അന്നുള്ളവർക്കൊക്കെ ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു. ഓരോന്ന് എടുത്തെടുത്ത് നോക്കി പ്രാക്ടീസ് ചെയ്താലും അവർക്ക് ഒരുപാട് ആയുസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് 60ഉം 70ഉം വയസ്സിലും തട്ടിപ്പോണ നമുക്ക് വേദങ്ങൾ പഠിച്ചാൽ എങ്ങനെ ഇരിക്കും? പറ്റില്ല. ഓരോന്നും പ്രാക്ടീസ് ചെയ്ത് അതിനെ ഒന്ന് നിഗമനം ചെയ്യാൻ തന്നെ ഒരുപാട് സമയം വേണം. അതിനിടയ്ക്ക് നമുക്ക് നമ്മുടെ ജീവിതവും നോക്കണം അല്ലേ. ഭൗതിക കർമ്മത്തില് ആഹാരം തേടുക, അതിനുള്ള ജോലി, അതെല്ലാം നോക്കണം. പക്ഷേ സത്യയുഗത്തിൽ അങ്ങനെ അല്ലായിരുന്നു അല്ലേ. അതുകൊണ്ട് വേദങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്.
എന്നാൽ അതൊന്നും നമുക്ക് കലിയുഗത്തില് ബുദ്ധിമുട്ടാണ്. എന്നാൽ കലിയുഗത്തില് പ്രായം കൊണ്ട് അല്പായുസുക്കളായതുകൊണ്ട് നമുക്ക് എന്താണ് എന്നാണ് ഇവിടുത്തെ ചോദ്യം, അല്ലെ? മനീഷ പൂർണ്ണമായി അങ്ങ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിട്ടുണ്ടല്ലോ, എല്ലാത്തിനെ കുറിച്ചും. അതുകൊണ്ട് എല്ലാം പറയണ്ട എന്നാ പറയുന്നത്. പക്ഷെ എന്ത് പറയാൻ പറഞ്ഞു? യാതൊന്നിനാൽ ആത്മാവ് പൂർണ്ണ തൃപ്തമാകുമോ അങ്ങനെയുള്ള വേദത്തിന്റെ സത്ത പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. നമുക്ക് വേദം കേൾക്കണ്ടെന്ന് പറഞ്ഞു. കാരണം സമയമില്ല. ആർക്കു വേണ്ടിയാ? അല്പായുഷ സഭ്യ കലാവസ്മിൻ ജനേയുഗ. കലിയുഗത്തിലുള്ള ജനങ്ങൾക്ക് തീരെ സമയമില്ലാതിരിക്കണു. അത് മാത്രാണോ? 5 ഡിസ്ക്വാളിഫിക്കേഷൻ എന്നാ പറയുന്നത്. നമ്മളിനി അടുത്ത മുന്നോട്ടുള്ള പിറകോട്ടുള്ള ശ്ലോകത്തിലേക്ക് പോകണം. പ്രായേണ അല്പായുഷ സഭ്യ കലാവസ്മിൻ ജനേയുഗ മന്ദ സുമന്ദമതയ മന്ദഭാഗ്യാഹി ഉപദ്രുതത എന്ന് പറഞ്ഞാൽ 5 പ്രായേണ അല്പായുസുക്കളായിരിക്കും. മന്ദ ആത്മീകത്തിന്റെ പാതയിൽ അലസരായിരിക്കും. സുമന്ദമതയോ വഴിതെറ്റിപ്പെട്ടവരായിരിക്കും. പിന്നെ മന്ദഭാഗ്യ ഭാഗ്യം കെട്ടവരായിരിക്കും. പിന്നെയോ ഉപദ്രുതത എപ്പോഴും മനസ്സ് ചഞ്ചലമായിരിക്കും, ഡിസ്റ്റർബ്ഡ് ആയിരിക്കും. ഈ 5 കാര്യം ഒരാൾക്ക് ഉണ്ടെന്നല്ല എന്നാ പറയുന്നത്. കാരണം ഈ 5 കാര്യമാണ് നമ്മളെ ആത്മീകത്തിൽ നിന്നും തൂക്കി എറിയുന്നത്. ഇപ്പോ ചിലർക്ക് ആയുസ് കൂടുതൽ ഉണ്ടാവും, പക്ഷെ അലസത ഉണ്ടാവും, അല്ലെ? ആയുസ് കൂടുതൽ ഉണ്ടാവും, പക്ഷെ ആധ്യാത്മികത്തിലേക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല എന്നാ പറയുന്നത്. ഏതെങ്കിലും 5 ഏതെങ്കിലും ഒന്നുകൊണ്ട് ആത്മീകത്തിൽ നിന്ന് അവർ ദൂരെ തെറിച്ചെറിയപ്പെടും. അതാണ് മന്ദഭാഗ്യ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഭാഗ്യം കെട്ടവരെന്ന് പറയുന്നത്. ഇനി അടുത്തത് ആത്മീകമായിട്ട് താല്പര്യപ്പെടും. അപ്പോഴത്തേക്ക് എന്ത് പറ്റും? നേരത്തെ തന്നെ ആള് തട്ടിപ്പോകും, അല്ലേ? ഇനി ചിലര് ആത്മീകത്തിലേക്ക് വലിയ താല്പര്യമുണ്ട്, ആയുസ് അധികമില്ല, എങ്കിലും എനിക്ക് എല്ലാം ചെയ്യണം എന്നുള്ള ഒരു ആത്മീകത്തിലേക്ക് മുന്നേറണം എന്നുള്ള ഒരു താല്പര്യം ജനിക്കുമ്പോ അടുത്തെന്താവും? സുമന്ദമതയാ മിസ്ഗൈഡ് ചെയ്യപ്പെടും. കലിയുഗത്തിലുള്ള വ്യാജ ടീച്ചേഴ്സ് അവരെന്ത് ചെയ്യും? പല കാര്യങ്ങളെല്ലാം കാണിച്ച് ഈശ്വരനില്ല ഒരു സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോകും, അല്ല എങ്കിൽ കർമ്മ സിദ്ധാന്തത്തിലേക്ക് കൊണ്ടുപോകും, അല്ല എങ്കിൽ യോഗം ചെയ്താൽ മതി എന്ന് പറയും, അല്ല എങ്കിൽ വേദം പഠിച്ചാൽ മതി എന്ന് പറയും. ഇങ്ങനെ മിസ്ഗൈഡ് ചെയ്തുകൊണ്ടേയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ മന്ദഭാഗ്യ 4 ഡിസ്ക്വാളിഫിക്കേഷൻ 5 ഉണ്ട് എങ്കിലും മന്ദഭാഗ്യ എന്ന് പറയുന്നത് വളരെ അർത്ഥവത്താണ്. ഏതെങ്കിലും ഒരു കാര്യം കൊണ്ട് തീരെ ഭാഗ്യം കെട്ടുപോകും. ഇനി ചിലർ വിചാരിക്കും, ഓക്കെ, ഞാൻ ഇത്രയും കാലം കഷ്ടപ്പെട്ടു, ഒരുപാട് ഡ്യൂട്ടിയും കാര്യങ്ങളെല്ലാം ചെയ്തു, ഇനി മുതൽ ഞാൻ നന്നാവാൻ തീരുമാനിച്ചിരിക്കും. അടുത്ത ദിവസം ആകുമ്പോഴത്തേക്കും എന്തേ ഇല്ല, കിടക്കേന്ന് എണീക്കില്ല. കാര്യം എന്താ? പാരാലിസിസ് ആണ്, അല്ലേ? അപ്പൊ ഭാഗ്യം കെട്ടുപോയി. ഇങ്ങനെയൊക്കെ താല്പര്യം ഉണ്ട് എങ്കിലും പറ്റില്ല. ഇനി ആയുസ്സുണ്ട്, അതേമാതിരി എല്ലാം ഉണ്ട്, എല്ലാ സെറ്റപ്പ് ഉണ്ട്, എങ്കിലും ഭാഗവതം കേൾക്കുന്ന സമയത്ത് ഇങ്ങനെ ഉറങ്ങിക്കൊണ്ടേയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് അതിനെ മന്ദഭാഗ്യ എന്ന് പറയുന്നത്. ഭാഗ്യമില്ല. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോ ചിലരൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നിന്ന് തീർത്ഥാടനത്തിനായിട്ട് ഗംഗയിലേക്ക് പോകും. അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്ത് കാശൊക്കെ കൊടുത്ത് ടിക്കറ്റ് എല്ലാം എടുത്ത് ഇവിടെ നിന്ന് 2 ദിവസം യാത്രയൊക്കെ ചെയ്ത് ഗംഗാ നദീതടത്തിലെത്തും. ഗംഗാ നദീതടത്തിൽ എത്തതിന് ശേഷം ചുറ്റും നോക്കി അത്ര താല്പര്യമില്ല, ഗംഗയെല്ലാം ഒഴുകുന്ന എല്ലാ അശുദ്ധമായ വസ്തുക്കളുണ്ട്, അയ്യേ ഞാനീ ഗംഗയിൽ കുഴിക്കില്ല, അല്ലെ എന്നും പറഞ്ഞ് അവിടെ എല്ലാം നോക്കിയിട്ട് തിരിച്ച് അതേ സ്പീഡിൽ തിരിച്ച് വീട്ടിൽ തിരിച്ചെത്തും. അപ്പൊ ഇവരെയൊക്കെ തീർത്ഥങ്കര പാപികൾ എന്നാണ് പറയുന്നത്. ഗംഗാ സ്ഥലത്ത് വരെ എത്തിയിട്ടും കുളിക്കാതെ തിരിച്ചു വരുന്നവർ, അല്ലേ? തീർത്ഥങ്കര പാപി എന്ന് പറയും. അതാണ് മന്ദഭാഗ്യ എന്ന് പറയുന്നത്. ഭാഗ്യമില്ല. അടുത്ത് ആചാര്യന്റെ അടുത്ത് ഇനി നമ്മൾ ഭാഗവതം കേട്ടാലും ഉറങ്ങിക്കൊണ്ടിരുന്ന തീർത്ഥങ്കര പാപിയാണ്.
ഗംഗയുടെ അടുത്തെത്തിയിട്ട് കുളിക്കാൻ വയ്യ, അങ്ങനെ നിൽക്കുകയാണ്. കൊക്കിനെയാണ് തീർത്ഥങ്കര പാപി എന്ന് പറയുന്നത്. എത്ര പേര് കൊക്കിനെ കണ്ടിട്ടുണ്ട്? ഓക്കെ. ഈ കൊക്ക് നേരെ ഗംഗയിൽ പോകും. ഗംഗയിൽ പോയിട്ട് നേരെ ലാൻഡ് ചെയ്ത് കാല് അതിനകത്ത് ഇറക്കി വയ്ക്കും. നമ്മൾ തീർത്ഥസ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ കൈ കൊണ്ട് വെള്ളം കോരും, കാല് കൊണ്ടൊന്ന് ഇതൊക്കെ ചെയ്യും, പക്ഷെ തല മുക്കാറില്ല. അതേമാതിരിയാണ് തീർത്ഥങ്കര പാപികളായ കൊക്കുകൾ. അവര് രണ്ട് കാലും മുക്കിയതിന് ശേഷം ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ സമയത്ത് മീൻ വന്നു കഴിഞ്ഞാൽ കൊത്തിയെടുത്തിട്ട് പറന്നു പോകും, തല മുക്കില്ല. അതുകൊണ്ട് ഗംഗയിലുള്ള ഒരു ഒറ്റ കൊക്കും മോക്ഷം കിട്ടില്ല എന്നാണ്. അതേമാതിരി നമ്മൾ ആധ്യാത്മികമായിട്ട് താല്പര്യം ഉണ്ട് എങ്കിലും അതോടൊപ്പം വലിയൊരു നേട്ടം നമുക്ക് കിട്ടിയെങ്കിലും അതിൻ്റെ അടുത്ത് വന്നിട്ടും മിസ്സാവുന്ന ആൾക്കാരുണ്ട്. അവരാണ് ആക്ച്വലി ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാർ. ഇതുമായിട്ട് ഒരു കണക്ഷനും ഇല്ലാത്തവരെ നിർഭാഗ്യവാന്മാരെന്ന് പറയും. പക്ഷേ അങ്ങനെ ഒരു അവസരം കിട്ടിയിട്ടും അത് ഉപയോഗിക്കാത്തവർ ഏറ്റവും വലിയ നിർഭാഗ്യവാന്മാരാണ് എന്നാ പറയുന്നത്. അതുകൊണ്ടാണ് ഈ ശ്ലോകം ഇവിടെ അർത്ഥവത്തായിട്ട് പറയുന്നത്, പ്രായേണ അല്പായുഷ, അല്പായുസുക്കളാണ് എല്ലാ പേരും. മന്ദ, അലസതയുള്ളവരാണ്. ആത്മീകമായിട്ട് യാതൊരു താല്പര്യമില്ല, ഭൗതികമായിട്ട് വലിയ താല്പര്യമാണ്. പിന്നെയോ സുമന്ദമതയാ, സുമന്ദമതയ എന്ന് പറഞ്ഞാൽ മിസ് ഗൈഡഡ്. താല്പര്യമുണ്ട്, അലസതയൊന്നുമില്ല, എല്ലാത്തിലും താല്പര്യമുണ്ട്. എങ്കിലും കലിയുഗത്തിലുള്ള വ്യാജ ആത്മീക സ്ഥാപനങ്ങൾ, വ്യാജ ആത്മീക ഗുരുക്കന്മാർ അവരെ വേറെ വഴി കൊണ്ടുപോകും. വേദം പഠിച്ചോ മോക്ഷം കിട്ടും, അതേമാതിരി യോഗം ചെയ്, യോഗത്തിൽ കൂടി യോഗിയായിട്ട് മാറാം, അല്ലേ, വഴിതെറ്റിപ്പിക്കും. അല്ലെങ്കിൽ ജ്ഞാനിയാവുക, ബ്രഹ്മമാണ് എല്ലാം, അഹം ബ്രഹ്മാസ്മി, ഞാനും ബ്രഹ്മം നീയും ബ്രഹ്മം, ഞാനും ഈശ്വരൻ നീയും ഈശ്വരൻ, ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് മിസ്ഗൈഡ് ചെയ്യും, അല്ലേ. അപ്പൊ വേദങ്ങൾ ഇത് മാത്രമല്ല, വേദങ്ങളുടെ വേദാന്തമുണ്ട്. വേദാന്തം എന്ന് പറഞ്ഞാൽ എന്താ? ഇത് വേദങ്ങളിൽ പറയുന്ന കാര്യം. പക്ഷെ വേദത്തിന്റെ എസൻസ് എന്താ? വേദയിഷ്ട സർവൈർ അഹമേവ്യ വേദ്യ വേദാന്ത വേദ വിദേഹ ചാഹം. കൃഷ്ണൻ പറയണു എല്ലാ വേദങ്ങളിലൂടെ അറിയേണ്ടവൻ ഞാനാണ് എന്ന് പറയുന്നു. അപ്പൊ ഈ 500 മെനു ഉള്ളതില് ഒരു മെനു, പ്രധാനപ്പെട്ട ഒരു മെനു ആണ് അഹമേവ്യ വേദ്യ, കൃഷ്ണൻ എന്ന മെനു. ആ കൃഷ്ണൻ എന്ന മെനു വേദങ്ങളില് പ്രത്യക്ഷമായിട്ടില്ല, പരോക്ഷമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് വേദങ്ങളിൽ പോകുമ്പോ 1 മുതൽ 499 വിഭവങ്ങളെയും ടേസ്റ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് കൃഷ്ണന്റെ ടേസ്റ്റ് കിട്ടും. അപ്പോഴാ ഇതാണ് ഫോളോ ചെയ്യേണ്ടത് എന്നൊരു വ്യക്തി മനസ്സിലാക്കും. അപ്പോഴത്തേക്ക് നമുക്ക് സമയമായിപ്പോവും. ഒരെണ്ണം ഫോളോ ചെയ്യുമ്പോൾ തന്നെ സമയമായിപ്പോവും. കാരണം അത്രത്തോളം ആയുസ് നമുക്കില്ലാലോ, അല്ലേ. അപ്പൊ വേദങ്ങൾ അത്ര മൾട്ടി ഫോംസ് ആണ്. ഇപ്പൊ വേദങ്ങളിൽ പറയും, ചിലർ പറയും, ചിലതിൽ പറയും മാംസം കഴിക്കാം. പക്ഷെ എങ്ങനെ കഴിക്കാം? അമാവാസിക്ക് കഴിക്കണം. അമാവാസിക്ക് എങ്ങനെ കഴിക്കാം? അത് പശു കഴിക്കാൻ പാടില്ല, ആടിനെ കഴിക്കാൻ പാടുള്ളൂ. ആടിനെ എങ്ങനെ കഴിക്കാം? ഭദ്രകാളിക്ക് നിവേദിക്കണം. ഭദ്രകാളിക്ക് എങ്ങനെ നിവേദിക്കാം? നിവേദിച്ചാലും അമാവാസിക്കേ പാടുള്ളൂ. നിവേദിച്ചതിന് ശേഷം എല്ലാം കഴിക്കാമോ? അതും പാടില്ല. അതിനെ 6 ഭാഗിച്ച് 5 ഭാഗം ഓരോരുത്തർക്കും ഡൊണേറ്റ് ചെയ്തിട്ട് അതിൽ ഒരു ഭാഗം മാത്രമേ കഴിക്കാവൂ. ക്രമേണ നമ്മളെടുത്ത് ഉയർത്തുകയാണ് വേദങ്ങൾ, അല്ലേ. മീന് കഴിക്കാമോ? കഴിക്കാം, മീൻ കഴിക്കാം. പക്ഷെ 1000 പല്ലുള്ള മീനെ കഴിക്കാവൂ. 1000 പല്ലുള്ള മീന് ചന്തയിൽ ചെന്നാൽ നമുക്ക് കിട്ടുമോ? മീന് കഴിക്കാം, 1000 പല്ലുള്ള മീനിനെ കഴിക്കാം. അപ്പോ അതിന്റെ ക്വാണ്ടിറ്റി പതുക്കെ കുറച്ചുകൊണ്ട് ആ സമയത്ത് ബാക്കപ്പ് ആയിട്ട് അറിവ് കയറ്റി നമ്മൾ ഉദ്ധരിക്കുന്നതാണ്, അല്ലെ. പശുമാംസം കഴിക്കാമോ? കഴിക്കാൻ പാടില്ല, മാംസം വേണമല്ലോ. പശുമാംസം വേണ്ട, ആടിന്റെ മാംസം കഴിച്ചോളൂ എന്നാണ് വേദങ്ങൾ പറയുന്നത്. എന്നിട്ട് ആടിന്റെ മാംസം കഴിക്കുമ്പോ അടുത്ത ശ്ലോകത്ത് പറയുന്നു, ഇങ്ങനെയൊക്കെ ആണ് എങ്കിലും, യജ്ഞപ്രസാദം ആണ് എങ്കിലും മാംസങ്ങളുടെ വെറുപ്പുളവാകുന്ന ആ ഒരു കാർമ്മിക പ്രവർത്തനങ്ങൾ ഒരു വ്യക്തി ബുദ്ധിമാൻ മനസ്സിലാക്കിയിട്ട് പൂർണ്ണമായും മാംസഭക്ഷണത്തിൽ നിന്നും വിട്ടു നിൽക്കണമെന്നാണ് അടുത്ത ഉപദേശം, അല്ലെ. അപ്പൊ ക്രമേണ ഇവൻച്വലി ഒരു
വ്യക്തിയെ എടുത്ത് ഉയർത്തി ഭക്തിയുടെ തലങ്ങളിലേക്ക് കൊണ്ടുപോകണം. അതാണ് വേദം ചെയ്യുന്നത്. എന്നാൽ ഭാഗവതം അങ്ങനെയല്ല, ബൈപ്പാസ് സർജറിയാണ്. വേറെ അങ്ങോട്ട് പോവേ വേണ്ട അല്ലെ. പോകുന്ന ബൈപ്പാസ് ബ്ലോക്കായി, പോകുന്ന ഹാർട്ട് ബ്ലോക്കായി, അതുകൊണ്ട് അതിനെ കട്ട് ചെയ്തിട്ട് ബൈപ്പാസ് ഡയറക്റ്റ് ആയിട്ട് പോവുകയാണ്. അതാണ് ഭാഗവതം. കാരണം ഈ ഡയറക്റ്റ് ആയിട്ട് പോകുന്ന ഇത് കുറെ കാലം കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ധർമ്മ, അർത്ഥ, കാമ, മോക്ഷ ഒക്കെ. പക്ഷെ ആരും മോക്ഷത്തിലേക്ക് പോകുന്നില്ല. കാമം എത്തിയപ്പോഴത്തേക്കും അവിടെ ബ്ലോക്കായി. അതുകൊണ്ടാണ് വ്യാസദേവൻ എന്ത് ചെയ്തത്? അതങ്ങനെ ആ ഒരു വെയിനെ വെട്ടിയിട്ട് നേരെ ബൈപ്പാസ് സർജറി നടത്തി. ഇനി വേദം വേണ്ട, പുരാണം വേണ്ട, ഒന്നും വേണ്ട, ഭാഗവതം മാത്രം മതി. ഭാഗവതത്തിലെ വേദങ്ങളിൽ അടങ്ങിയ മെയിൻ സാരം എന്തോ അതാണ് ഇതാന്ന് പറയുന്നത്. അതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ബഹുവിധങ്ങളായ അനവധി വേദശാസ്ത്രങ്ങളെല്ലാം നിരവധി നിർദ്ദിഷ്ട കർത്തവ്യങ്ങളുണ്ട് എങ്കിലും വ്യത്യസ്ത ഭാവങ്ങളിലായി അനേക വർഷ അഭ്യസനങ്ങളിലൂടെ മാത്രമേ അവ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ സാധ്യമാകുള്ളൂ. അതുകൊണ്ട് അങ്ങ് അത് പറയണ്ട അല്ലെ. അതിനല്ല നമ്മളിവിടെ വന്നിരിക്കുന്നത്. പിന്നെയോ, ആകയാൽ അത്ര സാധോ അത്ര യത് സാരം സമുദ്ധൃത്യ മനീഷയാ. അതുകൊണ്ട് ബുദ്ധിയുള്ള അങ്ങ് സാരം മാത്രം പറഞ്ഞാൽ മതി. ഈ വേദത്തിന്റെ സാരം മാത്രം പറഞ്ഞാൽ മതി. എങ്ങനെയാണ്? ബ്രൂഹിഭദ്രായ ഭൂതാനാം ഏനാത്മാ സുപ്രസീതതി. എന്ത് കാര്യം കേട്ടാലാണോ ആത്മാക്കളെല്ലാം പൂർണ്ണ തൃപ്തരാകുന്നത്, അങ്ങനെയുള്ള വേദത്തിന്റെ സാരം അങ്ങ് പറഞ്ഞു തരാനാണ് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. അപ്പോൾ 2 ചോദ്യം നമ്മൾ പഠിച്ചു. ഒന്നാമത്തത്, സാധാരണക്കാർക്ക് നിശ്ചയിച്ചു വെച്ച സരളമായ മാർഗം ഉപദേശിക്കാൻ പറഞ്ഞു. ഈ 11ാമത്തതിൽ എന്ത് പറഞ്ഞു? പ്രായേണ അല്പായുഷ സഭ്യകലാവസ്മിൻ ജനേയുഗ മന്ദ സുമന്ദ മതയ മന്ദഭാഗ്യാഹി ഉപദ്രുതത. 5 തരം ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ട്. നമ്മൾ ഓരോന്ന് പറഞ്ഞു. ഇനി എന്താ പറയാ, നമ്മള് പ്രായം കൊണ്ട് അല്പായുഷുക്കളാണ് എന്നാ അങ്ങനെയല്ല, ആയുസ് കുറച്ച് കൂടിയിട്ടുണ്ട്. പിന്നെ മന്ദ, നമുക്ക് താല്പര്യമുണ്ട്. സുമന്ദമതയ, മിസ്ഗൈഡും അല്ല, ശരിയായ ഒരു ഡയറക്ഷനിലേക്കാണ് ആധ്യാത്മികത്തിൽ പോകുന്നത്. എങ്കിലും അടുത്ത പ്രശ്നം എന്താണ്? ഉപദ്രുതത, മൈൻഡ് ഡിസ്റ്റർബ്ഡ് ആവും. ഇന്ന് പോണ്ട, ഇന്ന് പോണോ, ഇന്ന് അവിടേക്ക് പോണ്ട, ഇങ്ങനെയുള്ള ഒരു ചിന്ത ഉണ്ടാവും. അപ്പൊ ഇത് കലിയുഗത്തിന്റെ പ്രഭാവമാണ്. അപ്പൊ ഏതെങ്കിലും ഒരു രീതിയിൽ നമുക്ക് ആത്മീയവുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ഈ വേദങ്ങളാൽ അധിഷ്ഠിതമായിട്ടുള്ള കർമ്മങ്ങൾ ഓരോന്നും ചെയ്യുന്നതിനുള്ള സമയമില്ല. അതുകൊണ്ട് പൂർണ്ണ തൃപ്തിയാകുന്ന എന്തോ ആ വേദത്തിന്റെ സാരം അങ്ങ് നമുക്ക് ഉപദേശിച്ചു തരൂ എന്നാണ് ഈ 11ാമത്തെ ശ്ലോകത്തില് ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധം 1ാം അധ്യായം 11ാമത്തെ ശ്ലോകത്തിൽ ഇവിടെ ശൗനകാദികള് ശ്രുതമുനിയോട് ചോദിക്കുന്നത്. അപ്പൊ 2ാമത്തെ ചോദ്യം നമ്മൾ കഴിഞ്ഞു. അങ്ങനെ 6 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ബാക്കിയുള്ള കഥകൾ നമുക്ക് നാളെ പഠിക്കാം. മംഗളം യാദവേന്ദ്രായ മഹനീയ ഗുണാബ്ദയേ വാസുദേവ തനുജായ വാസുദേവായ മംഗളം. നാളെ പഠിക്കാം ബാക്കിയുള്ള കാര്യങ്ങൾ. ഹരേ കൃഷ്ണ.